മമ്മൂട്ടിയെ പോലെ തന്നെ മകൻ ദുൽഖർ സൽമാനും വലിയ വാഹനപ്രേമിയാണ്. അത്യാധുനിക ആഡംബര കാറുകളും വിൻറ്റേജ് മോഡലുകളും അടങ്ങുന്ന വലിയൊരു വാഹന ശേഖരം അദ്ദേഹത്തിനുണ്ട്. ഓപ്പറേഷൻ നുങ്കൂറിന് പിന്നാലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടൻ ദുൽഖർ സൽമാൻ്റെ പിന്നാലെ തന്നെയാണ്. ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായി കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ ദുൽഖർ സൽമാൻ്റെ ഒരു വാഹനം കൂടി പിടിച്ചെടുത്തു. കളമശ്ശേരിയിലെ ഷോറൂമിൽ നിന്നാണ് നിസാൻ പട്രോൾ കണ്ടെത്തിയത്. ലക്കി ഭാസ്കർ സിനിമയിൽ ഉപയോഗിച്ച വാഹനമാണ് പിടിച്ചെടുത്തത്. ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ടതടക്കം 10ഓളം വാഹനങ്ങൾ കൂടിയാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. ദുൽഖറിന്റെ ബിനാമി എന്ന് കരുതുന്ന എൽദോപോളിന്റെ പക്കൽ നിന്നാണ് നിസാൻ പട്രോൾ വാഹനം കസ്റ്റഡിയിലെടുത്തത്. ലക്കി ഭാസ്കർ സിനിമയിൽ ഉപയോഗിച്ച വാഹനമാണിത്. കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എൽദോയുടെ പേരിലെങ്കിലും വാഹനം ദുൽഖറിന്റേതാണെന്ന വിലയിരുത്തലാണ് കസ്റ്റംസ്. ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങളിൽ ചിലത് കേസിലെ മുഖ്യപ്രതി ബിഷുദീപ് ദാസ് കോഴിക്കോട്ടെ MS റോഡ്വേ കാർസിന് വിറ്റതായി അന്വേഷണ സംഘം കണ്ടെത്തി. സ്ഥാപനത്തിന്റെ പാർട്ണർ സെയിൻ മാർവയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും കസ്റ്റംസ് അറിയിച്ചു. നേരത്തെ പിടിച്ചെടുത്ത ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ വിട്ടു നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ബോണ്ടിന്റെയും 20% ബാങ്ക് ഗ്യാരണ്ടിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അന്വേഷണ പരിധിയിലുള്ള വാഹനമായതിനാൽ കേരളത്തിന് പുറത്തു കൊണ്ടുപോകരുത്, ആവശ്യപ്പെട്ടാൽ ഹാജരാക്കണം തുടങ്ങിയ നിബന്ധനകളും ഉണ്ടായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.